ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ബി.എഡ് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് സെമസ്റ്ററിലെ സബ്ജക്റ്റ് ആയിട്ടുള്ള ചൈൽഡ് റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന വിഷയത്തിലെ രണ്ടാമത്തെ പാഠമാണ്. അതിൻ്റെ ഫസ്റ്റ് ഭാഗം അപ്ലോഡ് ചെയ്തിരുന്നു. ഇപ്പോൾ നോക്കാൻ പോകുന്നത് അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി അതിൻ്റെ ബാക്കി നോക്കാം. ഡ്രഗ് ഡിപ്പെൻഡൻസി എമംഗ് ചിൽഡ്രൻ, കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് ഈ പാഠത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളെ യുവാക്കളായ ആളുകളെക്കാൾ കൂടുതലായിട്ട് കുട്ടികളും അതുപോലെ കൗമാരക്കാരായ ആളുകളുമാണ് ലഹരി പദാർത്ഥങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക, ശാരീരിക, വൈകാരികമായിട്ടുള്ള സ്ട്രെസ്സുകളിൽ നിന്നുള്ള താൽക്കാലികമായിട്ടുള്ള ഒരു രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അവരിത് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലുള്ള ദാരിദ്ര്യം അതിൽ നിന്നൊക്കെ ഒരു താൽക്കാലികമായ രക്ഷ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഈ തെരുവിലുള്ള കുട്ടികളൊക്കെ വളരെ ചീപ്പായിട്ടുള്ള വില കുറഞ്ഞിട്ടുള്ള ഡ്രഗുകൾ ധാരാളമായി യൂസ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നു. അതുപോലെ ഇന്ത്യയിൽ കുട്ടികൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗുകളാണ് ഹെറോയിൻ, ഓപ്പിയം, ആൽക്കഹോൾ, കാനബിസ്, പ്രൊപ്പസൈഫിൻ എന്നീ പറഞ്ഞിട്ടുള്ള 5 ഡ്രഗുകൾ. അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെയുള്ള ഈ ഡ്രഗുകൾ ഉപയോഗിക്കുന്നത് അവരുടെ ഓരോ പ്രശ്നങ്ങൾക്കുള്ള താൽക്കാലിക ശമനത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതൊന്ന് ടെസ്റ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയൊക്കെയാണ്. അപ്പോൾ 2015 പുറത്തിറങ്ങിയ ജുവലിൻ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഇങ്ങനെ ഈ ഡ്രഗ് ഉപയോഗിക്കുന്ന കുട്ടികളൊക്കെ അവരൊക്കെ പരിശോധിച്ചിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ട് അവരൊക്കെ ഒരു കെയറും പ്രൊട്ടക്ഷനും ആവശ്യമായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ കണ്ടെത്തിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരം അതുപോലെ അതിനുള്ള സപ്പോർട്ടൊക്കെ നൽകാൻ ജുവലിൻ ജസ്റ്റിസ് ആക്ട് നിർദ്ദേശിക്കുന്നുണ്ട്. കുട്ടികൾക്കും അതുപോലെ ഈ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്കൊക്കെ അവരുടെ ആ ഡെവലപ്പിംഗ് സ്റ്റേജിൻ്റെ ഭാഗമായിക്കൊണ്ട് ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇതെന്താണെന്ന് അറിയാനുള്ള ത്വര അവരിലുണ്ടാവും. അപ്പോൾ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ അവർ ഈ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയും അതുവഴി അവർ അബ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ചിൽഡ്രൻ അഫക്റ്റഡ് ബൈ സബ്സ്റ്റൻസ് അബ്യൂസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതലായിക്കൊണ്ട് ഈ ഡ്രഗ് ഉപയോഗിക്കുന്നത് അത് കുട്ടികളും അതുപോലെ കൗമാരക്കാരായിട്ടുള്ള ആളുകളുമാണ്. അല്ലെങ്കിൽ അവരെ എക്സ്പെരിമെന്റ് ചെയ്യുക എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ അവർക്ക് യൂത്തിനിടയിൽ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കുക എന്ന രൂപത്തിലൊക്കെയാണ് അത് ചെയ്യുന്നത്. എന്നാൽ ചില ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ ഈ ഡ്രഗ് യൂസേജ് എന്നുള്ളത് അവരുടെ ജീവിതത്തിലുള്ള ഒരു സാധാരണ സംഭവമാണ്. അവരുടെ കൾച്ചറിന്റെ ഭാഗമായിക്കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ജീവിതശൈലിയൊക്കെ ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ഒരു സംഗതിയാണ് ഈ ഡ്രഗ് യൂസേജ് എന്നുള്ളത്. ഏഷ്യയിൽ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിച്ച് വരുന്ന ലഹരി വസ്തുക്കളാണ് കനാബിസ്, അതുപോലെ ആംഫെറ്റാമിൻ ടൈപ്പ് സ്റ്റിമുലൻസ് എന്ന് പറയുന്ന ലഹരി പദാർത്ഥങ്ങൾ, ഈ കഞ്ചാവ് അങ്ങനത്തെ സാധനങ്ങൾ. അപ്പോൾ ഇനി നമ്മുടെ ഇന്ത്യയിൽ ഈ സ്കൂളിലും അതുപോലെ സ്കൂളിൽ നിന്ന് പുറത്തൊക്കെ ആയിട്ട് ഈ ഡ്രഗിനെ കുറിച്ച് കുട്ടികൾക്ക് അവബോധം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളുടെ കുറവ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ കുട്ടികൾ ചില സമയത്ത് വലിയ രീതിയിലുള്ള നല്ല വില കൂടിയ രൂപത്തിലുള്ള മുന്തിയ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. എന്നാൽ ചില സമയത്ത് അവരൊരു ഉന്മാദത്തിന് വേണ്ടിയിട്ട് കഫ് സിറപ്പുകൾ, അതുപോലെ പെയിൻ റിലീഫ് ഓയിൻമെൻറ്റുകൾ, പശകൾ, പെയിൻറ്, ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഇങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ അവർ ലഹരി കിട്ടുന്നതിന് വേണ്ടി, ഒരു ഉന്മാദം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നു. നമ്മുടെ രാജ്യത്ത് ഈ കുട്ടികൾ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് സെൻ്ററുകൾ വളരെ കുറവാണ്. പ്രത്യേകിച്ച് നമ്മളെ റൂറൽ ഏരിയകളിലൊക്കെ അത് ഇല്ല എന്ന് തന്നെ പറയാം. പിന്നെ അടുത്ത പോയിന്റ് പറയുന്നത്, ഒരു വർഷത്തിൽ 20ഓളം മില്യൺ കുട്ടികൾ നമ്മളെ പുകവലിക്ക് അടിമപ്പെടുന്നതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ഒരു ദിവസം 55,000 കുട്ടികൾ പുകവലിക്ക് അടിമപ്പെടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.
അപ്പോൾ ആൽക്കഹോള് അതുപോലെ ഈ പുകവലി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സ്ട്രീറ്റിലുള്ള കുട്ടികളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ വർക്ക് ചെയ്യുന്ന കുട്ടികൾ, അതുപോലെ തട്ടിക്കൊണ്ടുപോകുന്ന ഈ കുട്ടികൾ, തട്ടിക്കൊണ്ടുപോകലിന് ഇരയാവുന്ന ഈ കുട്ടികളിലൊക്കെ കൂടുതലായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കണ്ടുവരുന്നു. പക്ഷെ ഇതിനെ കുറിച്ചിട്ടൊന്നും വ്യക്തമായിട്ടുള്ള ഡാറ്റ നമുക്കില്ല എന്നതാണ് ദൗർഭാഗ്യകരം. പിന്നെ അടുത്ത് പറയുന്നത് 2008 ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ, മണിപ്പൂരിലുള്ള ചൈൽഡ് ലൈൻ ഇന്ത്യ ഫൗണ്ടേഷൻ നടത്തിയ ഒരു റിസർച്ചിൽ അവർ ഒരുപാട് തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ കുട്ടികൾ ഉപയോഗിക്കുന്നതായിട്ട് കണ്ടെത്തി. അതുപോലെ അവരിൽ മാരകമായ അസുഖങ്ങളുടെ അംശവും കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഡ്രഗ് അബ്യൂസിനുള്ള, ഇങ്ങനെ ഡ്രഗ് ഉപയോഗിക്കാനുള്ള കുട്ടികൾക്കുള്ള കാരണം എന്തൊക്കെയാണ്? ഒന്ന്, ടു ബി അക്സെപ്റ്റഡ് ബൈ ദ പിയേഴ്സ്, അവരുടെ ഒപ്പമുള്ള ആളുകൾ അവരെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ അവർക്ക് വർദ്ധിച്ചു വരുന്ന സാമ്പത്തികമായിട്ടുള്ള ബാധ്യത, സാമ്പത്തിക സ്ട്രെസ്, അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ അവരുടെ കൾച്ചറൽ വാല്യൂസ് അത് മാറ്റുന്നതിന് വേണ്ടി. എങ്കിൽ പിന്നെ എക്സ്പെരിമെൻ്റ് എന്ന ലെവലിൽ, അല്ലെങ്കിൽ പിന്നെ ഒരു ന്യൂറോട്ടിക് പ്ലഷർ, അവർക്കൊരു ഉന്മാദം കിട്ടുന്നതിന് വേണ്ടി. അതുപോലെ ഇൻഎഫക്റ്റീവ് പോളിസിങ്, ഇതൊക്കെ കാരണമായിട്ട് കുട്ടികൾ ഡ്രഗ് ഉപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നതാണ്. ഇനി ഈ ഡ്രഗ് അബ്യൂസിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സുകൾ എന്തൊക്കെയാണ്? അപ്പോൾ ഒന്നാമതായി പറയുന്നത് HIV, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് C, ട്യൂബർക്ലോസിസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങളൊക്കെ, മാരകമായിട്ടുള്ള രോഗങ്ങൾ വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നു. അതുപോലെ ഈ കുട്ടികൾക്കിടയിൽ അക്രമങ്ങൾ ഒരുപാട് വർദ്ധിക്കാൻ ഇത് കാരണമാകുന്നു. അതുപോലെ അത് സാമ്പത്തിക പുരോഗതിയെ കാര്യമായി ബാധിക്കുന്നു. അതുപോലെ കുടുംബങ്ങളിലും അതുപോലെ ഫ്രണ്ട്സുകൾക്കിടയിലുമുള്ള ബന്ധത്തെ അത് ബാധിക്കുന്നു. അവരുമായിട്ടുള്ള ഒരു ഇമോഷണൽ, ഫാമിലിയും അതുപോലെ കൂട്ടുകാർക്കുമായിട്ട് ഇമോഷണൽ പ്രശ്നങ്ങളും അതുപോലെ സാമൂഹികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. അതുപോലെ ഡ്രഗ് ഇങ്ങനെ സ്ഥിരമായി ഉപയോഗിക്കുന്നത് വഴി അവരിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നു. കാരണം അവരിങ്ങനെ ഡ്രഗിന് വേണ്ടി ഒരുപാട് പൈസ ചിലവാക്കുമ്പോൾ അത് അവരുടെ ഫിനാൻഷ്യലായിട്ട് അവർക്കതൊരു തടസ്സമായി മാറുന്നു. അതുപോലെ പെൺകുട്ടികൾക്ക് അവർക്ക് ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സബ്സ്റ്റൻസ് അബ്യൂസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് പറയാൻ പോകുന്നത് ഓൺലൈൻ അബ്യൂസ്. ഈ കൊറോണ വന്നതിന് ശേഷം എല്ലാ ആളുകളും കൂടുതൽ സമയം മൊബൈൽ ഫോണുകളിലും അതുപോലെ ഈ സ്ക്രീനിന് മുന്നിൽ ചിലവഴിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അത് കാരണമായി OCSAE വളരെ കൂടിയതായിട്ട് കണക്കാക്കപ്പെടുന്നു. എന്താണ് ഈ OCSAE എന്ന് പറഞ്ഞാൽ? ഓൺലൈൻ ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. ഓൺലൈൻ ആയിക്കൊണ്ട് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ചൂഷണം വർദ്ധിച്ചതായിട്ടാണ് പറയുന്നത്. അതുപോലെ ഈ ലോക്ക്ഡൗൺ ആയതിനു ശേഷം കുട്ടികളുടെ ക്ലാസ്സും പഠനവും എല്ലാം ഈ ഫോണിലേക്കും TV-യിലേക്കും ഒക്കെ മാറിയപ്പോൾ അതൊക്കെ കൂടുതൽ റിസ്കിലേക്ക്, സേഫ്റ്റി ഇഷ്യൂകളിലേക്ക് നയിച്ചു എന്നാണ് പറയുന്നത്. യൂണിസെഫ് പറയുന്നത് ഇങ്ങനെയുള്ള ഓൺലൈനിലുള്ള പരിപാടി കൂടിയത് കൊണ്ട് ആ കുട്ടികളുടെ പെരുമാറ്റത്തെ തന്നെ അത് കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് കണ്ടന്റ് എക്സ്പോഷർ ഉണ്ടാക്കുന്നതിന് വഴിയൊരുക്കുന്നു. അതായത് വേണ്ടതും വേണ്ടാത്തതൊക്കെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിപ്പിക്കുന്ന ഒരു പ്രവണത അതും കണ്ടുവരുന്നു. അതുപോലെ 2019 സംബന്ധിച്ചിടത്തോളം 2020 കുട്ടികൾക്കെതിരെയുള്ള ക്രൈം റേറ്റ്, സൈബർ ക്രൈംസുകൾ 400% കൂടിയതായിട്ടാണ് കണക്കുകൾ പറയുന്നത്. അതുപോലെ ഇങ്ങനെയുള്ള ക്രൈമുകളിൽ 90%വും CSAM ആയിരുന്നു. എന്താണ് ഈ CSAM എന്ന് പറഞ്ഞാൽ? ചൈൽഡ് സെക്ഷൽ അബ്യൂസ് മെറ്റീരിയൽ. അതായത് കുട്ടികളുടെ ലൈംഗിക ചിത്രം, കുട്ടികളുടെ ലൈംഗികത പരത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങൾ, വീഡിയോസ്, അങ്ങനത്തെ കാര്യമാണത്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളാണ് ഈ ക്രൈമുകളിൽ 90%വും ഉള്ളത്. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയകളും അതുപോലെ ഓൺലൈൻ ക്ലാസ്സുകളും എഡ്യൂക്കേഷണൽ ആപ്പുകളൊക്കെ ഒരു ഭീഷണിയെ നേരിടുന്ന ഒരു സാഹചര്യമാണ് ഇതുവഴി ഉണ്ടായത്. ഇനി അടുത്തത് ഈ OCSAEയിലുള്ള SACയുടെ കീഴിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? OCSAE എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞു? ഈ ഓൺലൈനായിട്ട് കുട്ടികൾക്കെതിരെയുള്ള
ലൈംഗിക ചൂഷണവും അതിക്രമങ്ങളുമാണ്. അപ്പോൾ അതിൽപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തേത് CSAM അതിൻ്റെ അത് ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതായത് കുട്ടികളുടെ നഗ്ന ചിത്രങ്ങൾ, നഗ്ന വീഡിയോസ് ഇത് ഉണ്ടാക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക. അതുപോലെ അതിൽപ്പെട്ട മറ്റൊരു കാര്യമാണ് കുട്ടികളെ സെക്ഷൽ ചാറ്റിലേക്ക് പ്രേരിപ്പിക്കുക. അതുപോലെ എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ഉണ്ടാക്കുക, മറ്റുള്ളവരെ ആകർഷിക്കുന്നതിന് വേണ്ടി അണിഞ്ഞൊരുങ്ങി ചമഞ്ഞു നിൽക്കുക. അതുപോലെ ഈ ആളുകൾ അബ്യൂസ് ചെയ്യുന്ന ആളുകൾ അവരുടെ ജെനിറ്റൽ അവയവങ്ങൾ പോലെയുള്ള ജെനിറ്റൽ പാർട്സുകൾ പോലെയുള്ള സാധനങ്ങൾ പ്രദർശിപ്പിക്കുക. അതുപോലെ കുട്ടികളെ പ്രോസ്റ്റിറ്റ്യൂഷനിൽ വേശ്യ പ്രവർത്തനങ്ങളിൽ ഇടുന്നതിന് അനുവദിക്കുക. അതുപോലെ ഓൺലൈൻ സെക്സ് ട്രാഫിക്കിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ ലൈംഗികമായിട്ടുള്ള ചൂഷണം ചെയ്യുന്നതിൽ പെട്ട കാര്യങ്ങൾ. ഞാൻ പോകുന്നത് ഏതൊക്കെ തരത്തിലുള്ള ഓൺലൈൻ അബ്യൂസുകളാണുള്ളത്. ഒന്നാമത്തേത് ബുള്ളിങ് ആൻഡ് സൈബർ ബുള്ളിങ്. കുട്ടികളെ ഭീഷണിപ്പെടുത്തുക, ഫോണിലൂടെയും മറ്റും ഭീഷണിപ്പെടുത്തുക. അതുപോലെ വൈകാരികമായിട്ട് ആക്രമിക്കുക. ഗ്രൂമിങ് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ആളുകളുടെ മുന്നിൽ ഒന്ന് ഉഷാറാവുന്നതിന് വേണ്ടി ചമഞ്ഞൊരുങ്ങുക. സെക്ഷ്വൽ അബ്യൂസ് ആൻഡ് സെക്ഷ്വൽ എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓൺലൈൻ അബ്യൂസിൽ വരുന്ന കാര്യങ്ങൾ. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്ന മറ്റൊരു സംഭവമാണ് അവർക്ക് സൂയിസൈഡ്, ആത്മഹത്യ ചെയ്യാനുള്ള പ്രവണത കൂടി വരുന്നു എന്നത്. അപ്പോൾ കുട്ടികൾക്കിടയിൽ അവരെ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അവരുടെ മാനസിക ആരോഗ്യം കൊണ്ടും അതുപോലെ അവർക്ക് വല്ല ഡിപ്രഷൻ ഉണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് അവർക്ക് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാവുന്നതായിട്ട് കണക്കുകൾ പറയുന്നു. അപ്പോൾ ഡിപ്രഷൻ, അതുപോലെ ആങ്സൈറ്റി, അവർ സ്ഥിരമായി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, മരണത്തെക്കുറിച്ച് പറയുക, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന അവരുടെ പെരുമാറ്റ മാറ്റങ്ങൾ, ഇതൊക്കെ അവരിൽ ഒരു സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തുകയോ അല്ലെങ്കിൽ ഞാനിങ്ങനെ സൂയിസൈഡ് ചെയ്യുന്നുള്ള ഒരു ഭീഷണി മുഴക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കാര്യമായിട്ട്, ഫാമിലിയും അതുപോലെ ഫ്രണ്ട്സും അതിനെ കാര്യമായിട്ട് പരിഗണിക്കുകയും അവരതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ മെഡിക്കേഷൻ നൽകേണ്ടി വരും, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഡിസോർഡറിന് അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. എന്നാൽ വ്യക്തി അല്ലെങ്കിൽ പിന്നെ ആ വ്യക്തികളെ കൗൺസിൽ ചെയ്യിപ്പിക്കേണ്ടി വരും. ചിലപ്പോൾ പ്രശ്നം ആ വ്യക്തിക്കാവില്ല, ചിലപ്പോൾ ആ കുടുംബത്തിനായിരിക്കും. അപ്പോൾ ആ കുടുംബത്തിനെ നമ്മൾ കൗൺസിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് ആരിലാണ് കൂടുതലായി കാണപ്പെടുന്നത്? പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പുള്ള കുട്ടികളിൽ ഈ സൂയിസൈഡ് ചെയ്യാനുള്ള പ്രവണത വളരെ കുറവാണ്. ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലുള്ള കുട്ടികളിലാണ്. അപ്പോൾ അമേരിക്കയിൽ 10 വയസ്സിനും 24 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ മരണകാരണത്തിൽ 2ാം സ്ഥാനമാണ് സൂയിസൈഡിനുള്ളത്. അതുപോലെ 5 വയസ്സിനും 11 വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കിടയിലുള്ള മരണകാരണത്തിൽ 9ാം സ്ഥാനവുമാണ് സൂയിസൈഡിനുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഈ സൂയിസൈഡ് ചെയ്യുന്നത് ഈ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകളാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവരെ കുട്ടികൾക്കിടയിൽ അവർക്ക് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുമ്പോൾ അവരിൽ കൂടുതലായിട്ട് ആത്മഹത്യാ പ്രവണത ഉണ്ടായി വരുന്നു. അപ്പോൾ 1919 മുതൽ 2019 വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 10 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ ഇടയിലുള്ള സൂയിസൈഡ് നിരക്ക് 0.5% മുതൽ 2% വരെ കൂടിയതായും, അതുപോലെ 10 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള ആൺകുട്ടികളിൽ 1.9% മുതൽ 3.1% വരെ കൂടിയതായിട്ടും കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത് പറയാൻ പോകുന്നത് സൂയിസൈഡിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഒന്നല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന അത്രയും വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെടുക, അല്ലെങ്കിൽ നമ്മോടൊപ്പം സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സ്ഥലം മാറുമ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അയൽവാസികൾ സ്ഥലം മാറുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ മാറ്റം വരുമ്പോഴൊക്കെ സ്ഥലം മാറുമ്പോഴൊക്കെ ഈ കുട്ടികളിൽ ആത്മഹത്യ പ്രവണത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ
കൂട്ടുകാരോ അല്ലെങ്കിൽ കുടുംബക്കാരോ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക, സോഷ്യലായിട്ടുള്ള ഒരു അവഹേളനം എന്നൊക്കെ പറയാം. അതും സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. അല്ലെങ്കിൽ ഗേ ആയതിൻ്റെ പേരിലോ ലെസ്ബിയൻ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ എന്നിവയുടെ പേരിലൊക്കെ ബുള്ളി ചെയ്യപ്പെടുക, സ്കൂളിൽ തോൽവി സംഭവിക്കുക, അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ പറ്റുന്ന സമയത്തൊക്കെ അത് സൂയിസൈഡ് ടെൻഡൻസിയിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഇന്റർസെക്ഷനാലിറ്റി. എന്താണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറഞ്ഞാൽ? ഒന്നിൽ കൂടുതൽ ഡിസ്ക്രിമിനേഷൻസ് കൂടിക്കൊണ്ട് അതൊരു പുതിയൊരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടാകുന്നതിന് വഴിയൊരുക്കുന്നു. അതിനാണ് ഇന്റർസെക്ഷനാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കാൻ പോകുന്നത് ചൈൽഡ് മാരേജ് പോലെയുള്ള കാര്യങ്ങൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ചൈൽഡ് മാരേജ് ഉണ്ടാകുന്നതിന് ഒരുപാട് ഫാക്ടേഴ്സ് അതിന് കാരണമാകുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് പോവർട്ടി, ജിയോഗ്രഫി, റിലീജിയൻ, എത്നിസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ഉണ്ടാക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ അടുത്ത് പറയാൻ പോകുന്നത് ദേശീയ തലത്തിലോ അന്തർദേശീയ തലത്തിലോ ഈ ചൈൽഡ് മാരേജിനെ വേണ്ടത്ര രീതിയിൽ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നതാണ്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത്, ഇനി ഈ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ വേണമെന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അറിയാതെ ഉണ്ടാകുന്ന ഡിസ്ക്രിമിനേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നാച്ചുറലായിട്ട് ഒരു കാര്യം ചെയ്താലും അത് ചിലപ്പോൾ അതിൻ്റെ എഫക്റ്റ് ചിലപ്പോൾ ഡിസ്ക്രിമിനേഷനായി ബാധിക്കുന്ന ചില സാഹചര്യങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്നും അതുപോലെ വീടുകൾക്ക് പുറത്തു നിന്നും സൊസൈറ്റിയിൽ പോയാലും ഈ ഡിസ്ക്രിമിനേഷൻസ് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇന്റർസെക്ഷണൽ ഡിസ്ക്രിമിനേഷൻസിനെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് അത്യാവശ്യമാണ്. എന്താണ് ഈ ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ? നമ്മൾ ഓരോരുത്തരെ വേറെ വേറെ പരിഗണിച്ച് ചെയ്യാതെ എല്ലാവരെയും കൂട്ടമായി പരിഗണിച്ചുകൊണ്ട് ചെയ്യുന്നതിനെയാണ് ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികൾക്കുള്ള പ്രൊട്ടക്ഷൻ പ്രോഗ്രാമുകൾ നടത്തുക, അതുപോലെ ആൻറ്റി ട്രാഫിക്കിംഗ് പരിപാടികളൊക്കെ നടത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത്. അതുപോലെ ഇത് തടയാൻ പറ്റുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ ഈ കുട്ടികൾക്കിടയിലുള്ള ഈ ഡാറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് അവർക്കിടയിൽ എന്തൊക്കെ ഡിസ്ക്രിമിനേഷൻസ് ആണ് ഉണ്ടാവുന്നത് എന്ന് പഠിക്കുക, എന്നിട്ട് അവർക്ക് വേണ്ട പ്രൊഫഷണൽ കപ്പാസിറ്റി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ ഡിസ്ക്രിമിനേഷനെതിരെ പൊരുതുന്ന പോളിസികളൊക്കെ ഉണ്ടാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇനി കുട്ടികളിലുള്ള വയലൻസിൻ്റെ, അതിക്രമങ്ങളുടെ കോൺസിക്വൻസസ് എന്താണ് എന്നാണ് നോക്കാൻ പോകുന്നത്. അത് കുട്ടികളുടെ മരണത്തിന് കാരണമാകുന്നു. അതുപോലെ മറ്റുള്ള ഒരുപാട് ഇഞ്ചുറികൾ ഉണ്ടാവാൻ കാരണമാകുന്നു. അതുപോലെ അത് അവരുടെ ബുദ്ധിപരമായിട്ടുള്ള തകർച്ചയ്ക്ക് കാരണമാകുന്നു. അതുപോലെ അവർക്ക് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പെരുമാറ്റങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാകുന്നു. അതുപോലെ അനാവശ്യമായിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവുന്നതിലേക്ക് കാരണമാകുന്നു. നമുക്ക് പറയാൻ പറ്റാത്ത ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുന്നതിന് അത് കാരണമാകുന്നു. അതുപോലെ അത് ഫ്യൂച്ചർ ജനറേഷനെ തന്നെ ഒരുപാട് നിലക്ക് ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇനി അടുത്ത് പറയാൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള അവരുടെ കുട്ടികളുടെ ബലഹീനതക്ക് കാരണമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്ന്, ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ അവരുടെ ഡിസബിലിറ്റീസ്, അതുപോലെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ മാനസികാരോഗ്യ ബുദ്ധിമുട്ടുകൾ, അതുപോലെ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലുള്ള പിഴവുകൾ, അതുപോലെ അവരുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതുപോലെ മെറ്റീരിയൽ ഡിപ്രീവിയേഷൻ, അവർക്ക് കിട്ടേണ്ട സാധനങ്ങൾ, അവർക്കുള്ള പാർപ്പിടം, ഭക്ഷണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും കിട്ടാതിരിക്കുക, അതുപോലെ അവരുടെ മാതാപിതാക്കളുടെ എഡ്യൂക്കേഷൻ ലെവൽ, ഇതൊക്കെ അവരുടെ കുട്ടികളുടെ അപജയത്തിലേക്ക് നയിക്കുന്ന കാരണങ്ങളാണ്.